മഴത്തോരു മുൻപിൽ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന വന്നതിന് ശേഷം സ്റ്റാൻലിയുടെ സ്വഭാവത്തിന് കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്, കുറച്ച് കുടിയൊക്കെ കുറവുണ്ട്, കുറേയൊക്കെ മാറ്റം വരുന്നുണ്ട്. അവതക്കുട്ടിയാണെങ്കിൽ കുളത്തപ്പുഴയിൽ നിന്ന് പോയിട്ടുമില്ല. മനു ആണെങ്കിൽ എന്നും അലീനയെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അവിടുത്തെ വിശേഷങ്ങളെല്ലാം മനുവിനറിയാം. എല്ലാ കാര്യങ്ങളും അലീനയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംസാരത്തിനിടയ്ക്ക് മനു അലീനയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ലൊക്കേഷൻ അയച്ചു തരണം. അതെന്തിനാ മനുവേട്ട ലൊക്കേഷൻ അയച്ചു തരുന്നത്? അല്ല, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ, നിന്നെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വന്നുകൂടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അയച്ചു തരാം, എന്നാലും മനുവേട്ടൻ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറയാണ്. അതൊക്കെ അറിയിക്കാം എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ അലീന ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മനു ദിവസങ്ങൾ കഴിഞ്ഞപ്പം അലീനയെ കാണണമെന്ന് തോന്നുവാണ്. അങ്ങനെ അലീനയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പം അലീനയെ വിളിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് ആദ്യം വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം മനു വിചാരിക്കുന്നുണ്ട് അവിടെ കുളത്തപ്പുഴ എത്തിയതിന് ശേഷം അലീനയെ വിളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മനു നേരെ കുളത്തൂപ്പുഴയിലേക്ക് പോവുകയാണ്. അപ്പം അവിടെയാണെങ്കിൽ എത്തിയതിന് ശേഷം വിളിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ട്, ലൊക്കേഷൻ അയച്ചു തന്നായിരുന്നല്ലോ, അത് നോക്കി ഞാനിങ്ങനെ പോയിരുന്നു. അപ്പം അലീനയെ ഞെട്ടുന്നുണ്ട്. മനുവേട്ടൻ എത്തിയെന്ന് ചോദിക്കണം. ആ, വലിയ ബംഗ്ലാവ് പോലെ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തുണ്ട് എന്ന് പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, അത് തന്നെ വീട്, മനുവേട്ടൻ കയറി വാ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അലീന പറഞ്ഞ നേരം മനു കയറി വരികയാണ്. അപ്പം കയറി വരുമ്പോൾ തന്നെ അലീന നേരെ ചെന്ന് അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, അത് പാലയിൽ നിന്ന് മനുവേട്ടൻ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആരെ ഈ മനുവേട്ടൻ? അത് ശിവൻ അങ്കിളിൻ്റെ മോനാ, കസിൻ്റെ മോനാണെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മനു ആണെങ്കിൽ കാർ ഓടിച്ച് അകത്തേക്ക് വരികയാണ്. അപ്പോൾ മനു അവിടെ വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വീട്ടിലേക്ക് നോക്കിയിട്ട് പറയാണ്, വലിയ വീടാണല്ലോ, വലിയ ബംഗ്ലാവാണല്ലോ, ഇവിടെയാണോ അലീന താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് അലീന ഓടി വരുന്നുണ്ട്. അവതക്കുട്ടി ഇതൊക്കെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് അലീന ഓടി വരുന്നത്. അപ്പം മനുവേട്ടൻ ഒത്തിരി കിടന്ന് കറങ്ങിയെന്ന് ചോദിക്കുകയാണ്. എന്നോടൊന്ന് വിവരം അറിയിച്ചിട്ട് വന്നുകൂടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറ്റിയില്ല, എനിക്ക് വരാൻ തോന്നി, അപ്പം അങ്ങനെയെങ്കിൽ പോരുന്നു, ഇവിടെ വന്നപ്പം നിന്നെ വിളിച്ചല്ലോ, പിന്നെന്താ. അങ്ങനെ മനുവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം അകത്തോട്ട് വരുമ്പോഴത്തേക്ക് അവതക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അവതക്കുട്ടിയുടെ അടുത്ത് മനുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നുണ്ട്, വല്യപ്പിച്ച, ഇതാണ് മനുവേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ പാലയിലുള്ള അച്ഛൻ്റെ കസിൻ്റെ മോനാണെന്ന് പറയുകയാണ്. ആ, ഇവള് പറഞ്ഞായിരുന്നു, ഇപ്പോഴാണ് വന്ന് പറഞ്ഞത് മോൻ വരുന്ന കാര്യം. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഇവളെ വിളിച്ചറിയിച്ചത്, ഞാൻ കുളത്തൂപ്പുഴയിലെത്തിയ കാര്യം, അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ വന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പം മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് വല്യപ്പച്ചൻ, അറിയാലോ, പപ്പയുടെ അച്ഛൻ, ഹൗതക്കുട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഹൗതക്കുട്ടി മനുവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ഹാൻഡപ്പനെ വിളിച്ച് ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മനു ഇങ്ങനെ ചുറ്റിനും നോക്കിയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, പപ്പ ഇവിടെ ഇല്ല, പപ്പ തോട്ടത്തിലേക്ക് പോയേക്കുവാണ്, കുറച്ച് നേരം കഴിയുമ്പം വരും, മനുവേട്ടൻ ചായയൊക്കെ കുടിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അവതക്കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അവതക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അവതക്കുട്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് മനുവിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, മനുവേട്ടാ, വീടൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ, സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കാണണ്ടായോ, പിന്നെ ഇത്ര വലിയൊരു കൊട്ടാരം കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പട്ടികളെല്ലാം വരുന്നുണ്ട് അലീനയുടെ അടുത്തേക്ക്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഇതുമായിട്ടും നീ കമ്പനിയായോ? പിന്നെ ഇവരെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്നൊക്കെ പറയുന്നുണ്ട്, എന്നെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്, മനുവേട്ടനൊന്നും ചെയ്യത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അതിനുശേഷം മനുവിനെ വീടെല്ലാം കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ പപ്പ ചെറിയ പുള്ളിയൊന്നുമല്ലല്ലോ, വലിയ കോടീശ്വരനാണല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അതൊക്കെ തന്നെ, ഒരുപാട് വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പൊടി താഴോട്ടിറങ്ങി ആരോടും സംസാരിക്കത്തില്ല, എപ്പോഴും ഓർഡറും കാര്യങ്ങളും മാത്രമാണെന്ന് പറയാണ്. നിന്നോടും അങ്ങനെയാണോ? ആ, എന്നോടും അങ്ങനെയൊക്കെയാണ്, ഇപ്പം ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ അടുത്ത് തോട്ടമുണ്ട്, അതിൽ നിന്നുമൊക്കെ നല്ല വരുമാനമാണ്, എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വലുതാണ്. പപ്പ വാങ്ങിച്ച സമയത്ത് അതൊരു തരിശു ഭൂമിയായിരുന്നു, പപ്പയാണ് അതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചെന്ന് പപ്പ അന്ന് പറഞ്ഞായിരുന്നു. ആഹാ, പുള്ളിക്കാരൻ മോശമല്ലല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കാണിക്കുകയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവതക്കുട്ടി ദൂരെ നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം അവതക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന്. അതിനുശേഷം മനു പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പപ്പ വരുന്നുണ്ട്. അപ്പം സ്റ്റാൻഡിൽ വരുമ്പോൾ ഉടനെ മനുവിനെ കാണുന്നുണ്ട്. അപ്പം അലീന വന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് പാലയിൽ നിന്ന് വന്നതാണ്, അങ്കിളിൻ്റെ മോനാണെന്ന് പറയാണ്. അപ്പം സ്റ്റാൻഡിൽ വലിയ ഗൗരവത്തോടെ മനുവായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പം മനുവും ഷേക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ മനുവേട്ട പപ്പ എന്ന് പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങാൻ പോയത് കുറച്ച് നേരമായി വന്നിട്ട്, അപ്പോൾ ഞാൻ അലീനയെ കാണാനായിട്ട് വന്നത്, അപ്പോൾ ഞാൻ ഇറങ്ങിയാണെന്ന് മനു പറയാണ്. അപ്പം സ്റ്റാൻലിയും അവതക്കുട്ടിയോടത്തൊക്കെ യാത്ര ചോദിച്ച് ഇറങ്ങിയാണ്. അലീന മനുവിനെയും കൊണ്ട് യാത്രയാക്കാൻ പോവുകയാണ്. അങ്ങനെ മനുവിൻ്റെ കൂടെ അലീന പോകുന്നത് അവതക്കുട്ടി സ്റ്റാൻലി നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ മനുവും അലീനയും കൂടെ സംസാരിക്കുന്നതും അവർ
അവർ ആ ചിരിച്ചിടപെടുന്നതൊക്കെ ദൂരം മാറി അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതാരാണെന്ന് അലീന പറഞ്ഞത്? അത് അങ്കിളിൻ്റെ മോനാണെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും അലീന മനുവിനെ യാത്രയാക്കി തിരിച്ചു വരികയാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, മോളെ അതാരാണെന്നാണ് പറഞ്ഞത്? അങ്കിളുടെ മോനാണെന്ന് പറയുകയാണ് അലീന. അതിനുശേഷം അലീന അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലി സംശയത്തോടെ അവതക്കുട്ടിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ അവളോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും വെറുതെ ഒരാൾ ഇത്രയും ദൂരെ അലീനയെ കാണാൻ വരത്തില്ലല്ലോ, അപ്പച്ചൻ അവളോട് ആരാണെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയാണ്. അങ്ങനെ നേരെ അവതക്കുട്ടി അലീനയെ എടുത്തിട്ട് പോവുകയാണ്. അപ്പം അലീന അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ വന്നത് ആരാ? മനു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുകയാണ്. അത് അങ്കിളിൻ്റെ മോനാ എന്ന് അലീന പറയുന്നുണ്ട്. അതൊക്കെ തന്നെ ഇത് ബാലചന്ദ്രൻ്റെ ആരാണെന്ന് ചോദിക്കുന്നത്. മാഡത്തിൻ്റെ സഹോദരൻ്റെ മോനാണെന്ന് പറയണം. അപ്പം അവതക്കുട്ടി ഉടനെ ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ മോനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ. നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവതക്കുട്ടി ചോദിക്കാമെന്ന്. അപ്പം ഉടനെ അലീന പറയുന്നുണ്ട്, അതെന്താ വല്യപ്പച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിലും നിങ്ങൾ രണ്ടുപേരുടെ പെരുമാറ്റത്തിലൊക്കെ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഉടനെ അലീന പറയാണ്, എന്നെ ഇഷ്ടമാണെന്ന് മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മോളെന്തോ പറഞ്ഞെന്ന് അവതക്കുട്ടി ചോദിക്കുകയാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മോക്ക് ആ ചെറുക്കനോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കാൻ കാരണം അവരുടെ ആചാരപ്രകാരം അമ്മയുടെ സഹോദരൻ്റെ മോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറച്ചെറുക്കൻ അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, എന്നോട് മനുവേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വല്യപ്പച്ചനോട് എൻ്റെ മനസ്സ് പറയാം, എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ ഞാനൊരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടാവും എന്നൊക്കെ ആലോചിച്ച് ഞാൻ മനുവേട്ടന് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അതാ മോളെ നല്ലത്. മോള് ആ ചെറുക്കന് മറുപടി കൊടുക്കാതിരിക്കുന്നത് നല്ലത്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ സഹോദരൻ്റെ മോനെന്ന് വെച്ചാൽ സ്വന്തം സഹോദരനെ പോലെയാണ്, അല്ലാതെ അയാളെ കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മോള് ഒരു മറുപടിയും കൊടുക്കണ്ട, അതാ നല്ലത് എന്ന് അലീനയോട് പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എന്നെ ബ്രിജിത്താമ്മ ഒരു കോൺവെൻറ്റിലാണ് വളർത്തിയത്. പക്ഷേ എൻ്റെ കൂടെ വളർന്ന രേവതി ആ കോൺവെൻറ്റിൽ തന്നെയാണ് വളർന്നത്. എൻ്റെ സഹോദരിയായിട്ട് ബ്രിജിത്താമ്മ ഒരിക്കലും ഞങ്ങളെ ജാതിയും മതവും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ജാതിയും മതവും ഒന്നുമില്ല വല്യപ്പച്ച. ഞാൻ എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ ജാതിയും മതവും ഒന്നും ഞാൻ നോക്കത്തില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് അവതക്കുട്ടി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ അവതക്കുട്ടി വരുന്നതും കാത്തിരിക്കുകയാണ്. എന്താ പച്ച അവളോട് സംസാരിച്ചു, അത് ആരാന്ന് ചോദിക്കുകയാണ്. അത് ബാലചന്ദ്രൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ മോനാണ് എന്ന് പറഞ്ഞാൽ മുറച്ചെറുക്കൻ. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് ഞെട്ടുന്നുണ്ട്. മുറച്ചെറുക്കനോ? അവനെന്തിനാ അലീനെ കാണാൻ വന്നേ? അവളോടൊരു ഇഷ്ടമുണ്ട്, അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അലീന എന്ത് പറഞ്ഞെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. അവൾ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ ലാലിച്ച, നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇനി പാലക്കാരുമായിട്ട് അവൾക്ക് ഒരു ബന്ധവും വേണ്ട. നമ്മൾ ഉറപ്പിക്കുന്ന ഒരു ക്രിസ്ത്യാനി ചെറുക്കനുമായിട്ട് അവളുടെ വിവാഹം നടത്തണം. ഇനി പാലക്കാരുമായിട്ട് അവൾക്ക് ഒരു ബന്ധവും പാടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുക്കനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തണം എന്ന് അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ മനുവിൻ്റെയും അലീനയുടെയും ബന്ധത്തെ എതിർക്കാൻ തന്നെ തയ്യാറായിരിക്കുകയാണ് അവതക്കുട്ടിയും സ്റ്റാൻലിയും.